ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വേദങ്ങളെ പോലെ തന്നെ ആഗമങ്ങളും അഥവാ തന്ത്രങ്ങളും വളരെ പുരാതനങ്ങളാണ്. ശ്രീ പരമേശ്വരൻ തന്നെ ശ്രീ പരാശക്തിക്ക് ഉപദേശിച്ചതും പരാശക്തി പിന്നീട് നന്ദിക്കും, നന്ദീശ്വരൻ ബ്രഹ്മാവിനും, ബ്രഹ്മാവ് ഋഷികൾക്കും ഉപദേശിച്ചു എന്നും എന്നിട്ട് ഋഷികൾ വഴി ഭൂമിയിൽ അവതരിച്ചവയാണ് ആഗമങ്ങൾ എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ശിവേന ദേവ്യാ ദത്തം, ദേവ്യാ ദത്തം തു നന്ദിനെ, നന്ദിനാ ബ്രഹ്മണോ ദത്തം, ബ്രഹ്മണാ ഋഷിദത്തകം, ഋഷിനാ മാനുഷം ദത്തം ഇത്യേതേ ആഗമോദ്ഭവം എന്നാണ് പ്രമാണം. മാത്രല്ല, അദൃഷ്ടവിഗ്രഹാത് ഛാന്താത് ശിവാത് പരമകാരണാത് ധ്വനിരൂപം വിനിഷ്ക്രാന്തം ശാസ്ത്രം പരമദുർലഭം. കാണാൻ സാധിക്കാത്ത സ്വരൂപത്തോടുകൂടിയ പരമകാരണനും പരമശാന്തനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരനിൽ നിന്നും ധ്വനിരൂപത്തിൽ ആവിർഭവിച്ചിരിക്കുന്ന അതിദുർലഭമായ ശാസ്ത്രമാണ് ആഗമങ്ങൾ. അങ്ങനെയുള്ള പ്രാചീന ആഗമങ്ങളിൽ ഒന്നാണ് വിഖ്യാതമായ സ്വച്ഛന്ദ തന്ത്രം. പരമോന്നത ഈശ്വരൻ, അനുത്തര ശിവം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ പരമേശ്വരൻ തന്നെയാണ് സ്വച്ഛന്ദ ഭൈരവൻ. സ്വച്ഛന്ദ തന്ത്രത്തിന് ശ്രീ ക്ഷേമരാജാചാര്യർ ഉദ്യോതം എന്ന പേരിൽ മൂലഗ്രന്ഥത്തിൽ നിഗൂഢമായിരിക്കുന്ന സകല മർമ്മങ്ങളെയും പ്രകാശിപ്പിക്കുന്നതായ പ്രൗഢഗംഭീരമായ ഒരു വിവരണം രചിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് ശേഷം 10ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാശ്മീരവാസിയായ ആചാര്യനാണ് ശ്രീ ക്ഷേമരാജാചാര്യർ. പല ഗ്രന്ഥരചനകളിൽ കൂടി കാശ്മീര ശൈവ ദർശനത്തിന് വലിയ ഒരു സംഭാവന നൽകിയിട്ടുള്ള തത്വോപദേഷ്ടാവും കൂടിയാണ് ശ്രീ ക്ഷേമരാജാചാര്യർ. സുപ്രസിദ്ധ മഹാത്മാവായ ശ്രീ അഭിനവഗുപ്താചാര്യരുടെ ശിഷ്യനുമാണ് ഇദ്ദേഹം. ശിവാദ്വൈതപരമായ ഈ ഉദ്യോത വിവരണത്തിനെ ആസ്പദമാക്കി സ്വച്ഛന്ദ ഭൈരവമൂർത്തിയുടെ സൂക്ഷ്മാർത്ഥ പ്രദർശകമായിട്ടുള്ള സ്വൽപ്പം വിവരങ്ങളും കൗതുകവും അദ്ഭുതവും ഉളവാക്കുന്ന ആ ഭഗവാന്റെ ധ്യാനോക്ത രൂപം വെളിപ്പെടുത്തുന്ന മർമ്മങ്ങളും കുറച്ചൊന്ന് വിശദീകരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പ്രഭാഷണത്തിന് ഞാൻ തുനിഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. അതിപുരാതനമായ ശൈവാഗമങ്ങളെ ആസ്പദമാക്കി ത്രികാദർശനം, ക്രമദർശനം എന്നിങ്ങനെ വിവിധ പേരുകളിലായിട്ട് ഒരു അദ്വൈത സിദ്ധാന്തം, ശിവാദ്വൈതം എന്നറിയപ്പെടുന്ന ഒരു അദ്വൈത ദർശനം കാശ്മീരിൽ രൂപം കൊള്ളുകയും അതിൻ്റെ സാധനയുടെയും സൈദ്ധാന്തിക ചിന്താ പ്രക്രിയകളുടെയും വിവിധ ശാഖകൾ കാശ്മീരിലെ ഹൈന്ദവ രാജവംശങ്ങളുടെ ഭരണത്തിൽ ഏതാണ്ട് 7 നൂറ്റാണ്ടുകളോളം അഭിവൃദ്ധി പ്രാപിക്കുകയും മഹാത്മാക്കളായ ആചാര്യന്മാരുടെ പരിലാളനത്തിൽ അത് പൂർണ്ണതയും ലോകപ്രിയതയും നേടി പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് അതിവേഗത്തിലെത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ചരിത്രവശങ്ങളിലേക്ക് അല്ല നമ്മളിപ്പോൾ കടക്കുന്നത്. ഈ ഒരു ദർശനത്തിൻ്റെ സ്വരൂപം അദ്വൈതമാണ് എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ശിവ അദ്വൈതം എന്നറിയപ്പെടുന്നത്? ശ്രീ ശങ്കര ഭഗവത് പാദാചാര്യരുടെ കേവല അദ്വൈതം പോലെയല്ല ഇത് എന്നത് മനസ്സിലാക്കണം. അദ്വൈതപരമായ വീക്ഷണത്തിലുള്ള ദർശനങ്ങൾ പലതും പല തരത്തിലാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ശ്രീ പരമേശ്വരൻ തന്നെ പഞ്ചഭൂതാത്മക പ്രപഞ്ചമായും ജീവജാലങ്ങളായും പരിണാമം കൊള്ളുന്നു എന്ന തത്വത്തിലാണ് ശിവാദ്വൈതത്തിലെ അദ്വൈത സ്വഭാവം അടങ്ങിയിരിക്കുന്നത്. പരമേശ്വര സ്വരൂപാച്ഛാദന ക്രീഡയാ പശു പുദ്ഗലോ അണുഹു സമ്പന്ന നച തസ്യ ദേശകാലസ്വരൂപ ഭേദ വിരോധ. ദേശം, കാലം മുതലായ പ്രാപഞ്ചിക ദശയുടെ ഈ എർത്ത്ലി ഡയമെൻഷന്റെ പരിമിതികളിൽ ബാധിക്കപ്പെടാതെയും തൻ്റെ ആ അഖണ്ഡബോധ അനുത്തര പ്രകാശമാത്ര സ്വരൂപത്തിന് ഒരു ഭേദവും സംഭവിക്കാതെയും പശു പുദ്ഗലോ അണുഹു സമ്പന്ന സ്വരൂപാച്ഛാദന ക്രീഡയ, തൻ്റെ ആ നിജസ്വരൂപത്തെ മറയ്ക്കുക എന്ന ക്രീഡയാൽ, ചമത്കാരത്താൽ
പഞ്ചഭൂതാത്മക പ്രപഞ്ചമായും പാശബദ്ധരായ ജീവജാലങ്ങളായും സ്വയം മാറുന്നു പരമോന്നതനും അദ്വിതീയ പരമ്പൊരുളുമായ ശ്രീ പരമേശ്വരൻ. ഇങ്ങനെ പ്രപഞ്ചദശയിൽ സർവത്ര ഭിന്നതകളെയും ഭേദഭാവങ്ങളെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലും തൻ്റെ പാരമാർത്ഥിക സ്വാത്മാനുഭൂതിയിൽ അഭിന്നമായി നിരന്തരം ആ പരമേശ്വരൻ ലയിച്ചിരിക്കുക തന്നെ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? തൻ്റെ സ്വച്ഛന്തമായ സ്വാതന്ത്ര്യ ശക്തി കാരണം. ഭേദം വിസ്ഫാര്യ ശക്തിയാ സ്വച്ഛന്തരൂപയാ സ്വാത്മന്യഭിന്നേ ഭഗവൻ നിത്യം വിശ്രമയൻ സ്ഥിതഃ. സ്വ എന്ന് വെച്ചാൽ തൻ്റെതായ, സ്വന്തം എന്നർത്ഥം. ഛന്ദ എന്നതിന് സ്വാതന്ത്ര്യം, ആനന്ദജനകം എന്നൊക്കെ അർത്ഥം. സ്വച്ഛന്തത്തിന് സ്വയം മറയ്ക്കൽ എന്ന അർത്ഥം കൂടിയുണ്ട്. ശൈവത്തിൽ നിന്നും രൂപം കൊണ്ട ശ്രീക്രമം അഥവാ കാളീക്രമത്തിൽ ഈ സ്വാതന്ത്ര്യ ശക്തി പരമേശ്വരന്റെ ഭാഗമായ, പരമേശ്വരനിൽ നിന്നും വിട്ടുപിരിയാത്ത, എന്നാൽ ശ്രീ പരമേശ്വരന്റെ അത്ര തന്നെ പ്രാധാന്യമുള്ള ശ്രീ പരാശക്തിയാണ് എന്നതാണ് വ്യത്യാസം. ശക്തേ സ്വാതന്ത്ര്യകാര്യത്വാത് ശിവത്വം ന ക്വചിത് ഭവേത്. വേദാന്തം അടിസ്ഥാനമാക്കിയിട്ടുള്ള ശങ്കരാദ്വൈതത്തിൽ ഭക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നാൽ ഭക്തി സമന്വിത അദ്വൈതമാണ് ശിവാദ്വൈതം എന്ന് പറയാം. എന്താണ് ഈ ഭക്തി? നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള രീതിയല്ല ഈ ഭക്തി. ഈ ഭക്തിയുടെ നിർവചനം സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലല്ല. സമാവേശാത്മിക ഭക്തി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സംസാര താപ ദുഃഖ ഭയ നിവാരണമാണ് നമ്മുടെ ഭക്തിയുടെ ആണിവേര്. അതായത് സംസാരത്തിന്റെ കഷ്ടപ്പാടുകളെ കൊണ്ടും ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒട്ടനവധി ഏറ്റുമുട്ടലുകളെ കൊണ്ടും സങ്കടങ്ങളെ കൊണ്ടും പൊറുതിമുട്ടി അതിൽ നിന്നുമൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഭക്തി, അഥവാ വാർദ്ധക്യം കൂടുന്തോറും ഉള്ളിൻ്റെ ഉള്ളിൽ താനേ പൊട്ടി പുറപ്പെടുന്ന ഭയം, അനാരോഗ്യം, ശക്തിക്ഷയം, ഓർമ്മനാശം, ഏകാന്തത, മരണം, ഇനിയും എന്തെന്നറിയാത്ത പലജാതി ഉത്കണ്ഠകൾ, അതിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പ്രായം കൂടുന്തോറും ഉണ്ടായേക്കാവുന്ന ഭക്തി, അല്ലെങ്കിൽ ഭഗവത് വിഭൂതികൾ വർണ്ണിക്കുന്ന കഥകളും സ്തോത്രങ്ങളും മനസ്സിലുണ്ടാക്കുന്ന വികാരങ്ങളുടെ ഉദ്വേഗം കൊണ്ട്, എക്സൈറ്റ്മെന്റ് കൊണ്ട് സംഭവിക്കുന്ന ഗാഠമായ പ്രേമരൂപത്തിലോ ദാസ്യരൂപത്തിലോ ഒക്കെ ഉണ്ടാകുന്ന വികാരനിർഭരമായ ഭക്തി, അല്ലെങ്കിൽ ആധ്യാത്മികമായി എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ഒരുതരം ത്വര കാരണം ഈഗോ എന്ന് പറയുന്ന അഹന്താനിഷ്ഠമായ നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെ തീക്ഷ്ണതയുടെ ഫലമായി ആധ്യാത്മിക സാധനകളിൽ ഉണ്ടാവുന്ന ശുഷ്കാന്തി, ഏകാഗ്രതയോടുകൂടിയുള്ള ഔത്സുക്യം, എങ്ങനെയെങ്കിലും ആ ലക്ഷ്യസ്ഥാനം എത്താൻ വേണ്ടിയുള്ള ഭക്തി. ഇങ്ങനെ പലതരത്തിലാണ് ഭക്തി, അല്ലേ? എന്നാൽ ഈ വകകളിൽ പെട്ടതൊന്നുമല്ല സമാവേശാത്മിക ഭക്തി. ശക്തിപാദം എന്ന് പറയുന്ന ഭഗവത് കൃപയുടെ അതിവർഷം കൊണ്ട് ആ ഈശ്വര ചൈതന്യത്തിൽ മനോബുദ്ധി അഹങ്കാരങ്ങളും ആത്മാവും ലയിച്ച് നിരതിശയമായ ആ സാമരസ്യം ആസ്വദിക്കുന്ന പരമാനന്ദാവസ്ഥയാണ് ഇത്. ഇതിന് ജഗദാനന്ദം എന്നാണ് ശ്രീ അഭിനവഗുപ്താചാര്യർ കൊടുത്തിരിക്കുന്ന സാങ്കേതിക നാമം. ഈ ഭക്തി ആർക്കും സ്വയം അഭ്യസിച്ച് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നതാണ് ഇതിൻ്റെ ഒരു വൈചിത്ര്യം. അത് ഈശ്വര ഇച്ഛപ്രകാരം പരമേശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്ന മഹാപുണ്യം, മഹാഭാഗ്യമാണ്. അതാണ് ശക്തിപാദം അല്ലെങ്കിൽ ശക്തി നിപാതം എന്ന് അറിയപ്പെടുന്നത്. ശക്തി സമാവേശാത് സുമഹസാമരസ്യകം. എന്താണ് ശക്തിപാദം എന്നത് മറ്റൊരു വീഡിയോ പ്രഭാഷണത്തിൽ ഒരുപാട് മുൻപ് തന്നെ വിവരിച്ചിട്ടുള്ളതാണ്. ശ്രീ ഉത്പലാചാര്യരുടെ ശിവസ്തോത്രാവലി സ്തോത്രങ്ങളിൽ നിന്നും ഈ ഭക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും.
സാക്ഷാത്കൃത ഭവദ്രൂപ പ്രസൃതാമൃത തർപ്പിതാഃ ഉന്മൂലിത തൃഷോ മത്ത വിചരന്തി യഥാരുചി. ഹേ പരമേശ്വര, നിന്തിരുവടിയുടെ സ്വരൂപ സാക്ഷാത്കാരമാകുന്ന അദ്ഭുതാവഹമായ സാമരസ്യാവസ്ഥയിൽ അവിരാമം പ്രസരിക്കുന്ന ആനന്ദാമൃതം പാനം ചെയ്ത് തൃപ്തരായി സങ്കടനിവൃത്തി, സിദ്ധി മുതലായ ഐശ്വര്യപ്രാപ്തി എന്നീ തൃഷ്ണകൾ അശേഷം ഉന്മൂലനം ചെയ്യപ്പെട്ടവരായി അവിടുത്തെ ഭക്തന്മാർ ഈ സംസാരത്തിൽ ഇഷ്ടം പോലെ വിഹരിക്കുന്നു. ന വിരക്തോ ന ചാപീശോ മോക്ഷകാംക്ഷീ ത്വദർച്ചകഃ ഭവേയമപിതു ഉദ്രിക്ത ഭക്തിയാസവ രസോന്മദഃ. അതുകൊണ്ട് നിവൃത്തിധർമ്മത്തിലേക്ക് കടക്കുന്ന വിരക്തനായോ പ്രവൃത്തി മാർഗത്തിൽ വിഭൂതി കൈവരിച്ച്, അതായത് സിദ്ധികൾ നേടിയ ഐശ്വര്യശാലിയായോ ജീവൻ മുക്തി കാക്ഷിക്കുന്ന ഉപാസകനായോ സദാ അങ്ങയെ അർച്ചിക്കുന്നവനായോ ഒന്നും ആകണമെന്ന് ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഒന്ന് മാത്രമാണ്. ഉദ്രിക്ത ഭക്തി ആസവ രസ ഉന്മദഃ ഭവേയം. നിന്തിരുവടിയോടുള്ള അഗാധമായ ഭക്തിയാകുന്ന ആസവത്തിന്റെ രസലഹരിയിൽ, സമാവേശം എന്ന അദ്വിതീയ യോഗാത്മക ചമത്കാരത്തിൽ പരമാനന്ദോന്മത്തനായിരിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. അതൊന്നു മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ശ്രീ ഉത്പലാചാര്യ തൻ്റെ ശിവസ്തോത്രാവലിയിൽ ഈ സമാവേശാത്മിക ഭക്തിയുടെ സ്വഭാവം എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവില് അദ്വയമായി പരമേശ്വര സ്വരൂപം കണ്ടെത്തുന്ന മാഹേശ്വര്യം അഥവാ ഭൈരവാനുഭൂതി തിരിച്ചറിയുന്ന ദർശനമായതുകൊണ്ട് ഈ ശിവാദ്വൈത സിദ്ധാന്തം പ്രത്യഭിജ്ഞാ ദർശനം എന്നും അറിയപ്പെടുന്നു. പ്രത്യഭിജ്ഞ എന്ന് വെച്ചാൽ തിരിച്ചറിവ് എന്ന അർത്ഥം. അപ്പോൾ ശിവാദ്വൈത ഭക്തിഭാവനയുടെ ഒരു ഏകദേശ രൂപം ഇങ്ങനെ മനസ്സിലാക്കി ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ആരാണ് സ്വച്ഛന്ദ ഭൈരവൻ? നമ്മളൊക്കെ പല രീതിയിൽ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഭൈരവ സ്വരൂപങ്ങളെയൊക്കെ മനസ്സിൽ നിന്നും അകറ്റിവെച്ച് സ്വച്ഛന്ദ ഭൈരവൻ എന്നതിൻ്റെ അർത്ഥം ആദ്യം ശരിയായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാണ്. അദ്വൈതത്വാത് സുരേശാനി ഭൈരവോ ഗീയതേ ഭുവി നതു ദംഷ്ട്രാ കരാളത്വാത് തസ്മാത് സൗമ്യം വിചിന്തയേത് എന്ന ഒരു പ്രാചീന തന്ത്രത്തിൽ ശ്രീ പരമേശ്വരൻ ദേവിയോട് പറയുന്നുണ്ട്. അതായത് അദ്വൈതമായ മൂലകം ഉള്ളതുകൊണ്ടാണ് ഭൈരവസ്വരൂപം ഈ ഭൂമണ്ഡലത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നത്, അല്ലാതെ ദംഷ്ട്രങ്ങളും ഘോരമായ രൂപവും കൊണ്ടല്ല. അതുകൊണ്ട് ഭൈരവമൂർത്തത്തെ സദാ സൗമ്യഭാവത്തിലാണ് വിചിന്തനം ചെയ്യേണ്ടത് എന്ന അർത്ഥം. പരാത്പരനായ ശ്രീ പരമേശ്വരൻ ജഗത് സൃഷ്ടിക്കായി ഒരുങ്ങുമ്പോൾ സ്വീകരിക്കുന്ന ഭാവത്തിന് ശൈവതന്ത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള പേരാണ് ഭൈരവൻ എന്നത്. തന്ത്രാലോകത്തിൽ ശ്രീ അഭിനവ ഗുപ്താചാര്യർ കൊടുത്തിട്ടുള്ള നിർവചനമാണ് ഇത്. ശ്രദ്ധിച്ചു കേൾക്കണം. വിശ്വം ബിഭർത്തി പൂരണധാരണയോഗേന തേന ച ഭ്രിയത്തെ സ വിമർശതയാ രവരൂപതശ്ച സംസാരഭീരുഹിത കൃച്ഛ. താൻ സൃഷ്ടിച്ച വിശ്വത്തെ ധരിച്ചുകൊണ്ടും അതിൽ പരിപൂർണമായി നിറഞ്ഞ് വ്യാപിച്ചുകൊണ്ടും അതിനെ സംരക്ഷിക്കുന്നതുകൊണ്ടും ഭൈരവൻ എന്ന് അറിയപ്പെടുന്നു. മാത്രല്ല സവിമർശതയ രവരൂപതശ്ച. സവിമർശതയ അന്തർബോധത്തില്, കോൺഷ്യസ്നസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന തന്നറിവില്, രവരൂപതശ്ച ശബ്ദരൂപമായി അഥവാ മന്ത്രധ്വനിയുടെ രൂപമായി ആവിർഭവിക്കുന്നവനും, അതായത് സംസാരദശയിലുള്ള ജീവന്റെ മുക്തിക്കായി ആത്മാവില് മന്ത്രചൈതന്യമായി നിറയുന്നവനും ആണ് ഭൈരവൻ. പിന്നെ സംസാരഭീരുഹിതകൃച്ഛ. ഇഹജീവിതമാകുന്ന സംസാര ഭയത്താൽ സന്ത്രസ്തരായിരിക്കുന്ന തന്റെ ഭക്തന്മാരുടെ ഭരണം, അതായത് രക്ഷണം സ്വയം ഏറ്റിരിക്കുന്നത് കൊണ്ടും ഇങ്ങനെ 3 അർത്ഥത്തിലും ഭൈരവൻ എന്ന പേര് യോജിക്കുന്നു എന്ന് പറയാം. പ്രകടീഭൂതം ഭവഭയവിമർശനം ശക്തിപാദത്തോ യേന.
യഥാകാലത്തിൽ തൻ്റെ ഭക്തന്റെ ഭവഭയം അകറ്റാനായി ശക്തിപാതമായി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് സമാവേശാത്മക ഭക്തിയിൽ കൂടി ഭക്തഹൃദയത്തിൽ തൻ്റെ സ്വരൂപം പ്രകടമാക്കുന്നവനുമാണ് ഭൈരവൻ. പ്രകടീഭൂതം ഭവഭയ വിമർശനം ശക്തിപാതതോ യേന. സ്വച്ഛന്ദ ഭൈരവ പദത്തിന് സൃഷ്ട്യാദി പഞ്ചകൃത്യകരോ മുദിതോ ഭൈരവ, സൃഷ്ടി മുതലായ പഞ്ചകൃത്യങ്ങളിൽ ആനന്ദിക്കുന്നവൻ എന്നർത്ഥം. ശിവാദി ക്ഷിത്യന്ത അശേഷ സൃഷ്ട്യാദി ക്രീഡാപരഃ, ശിവാദി ഭൂമി പര്യന്തമുള്ള 36 തത്വങ്ങളുടെയും സൃഷ്ടിയിൽ, അതായത് വ്യാവഹാരിക സത്യമാകുന്ന ഈ പ്രപഞ്ചതലത്തിൻ്റെ ഈ ഒരു എർത്ത്ലി ഡയമെൻഷന്റെ സൃഷ്ടിയാകുന്ന ക്രീഡയിൽ, വിനോദത്തിൽ ആനന്ദിക്കുന്നവൻ എന്ന അർത്ഥം. എങ്ങനെ ശാക്തേയ തന്ത്രങ്ങളിൽ പ്രപഞ്ച സൃഷ്ടിക്കായി രൂപം മാറി പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന പരാശക്തിക്ക് ചിദ് ശക്തി എന്ന പേര് പറയുന്നുവോ, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങളായ ക്രീഡയ്ക്കായി ഇറങ്ങിയ അനുത്തര പരശിവത്തിന് ശൈവാഗമങ്ങൾ കൊടുത്തിട്ടുള്ള പേരാണ് ഭൈരവൻ. ഇവിടെ ഈ സ്വച്ഛന്ദ തന്ത്രം എന്ന ആഗമശാസ്ത്രത്തിൽ സ്വച്ഛന്ദ ഭൈരവൻ എന്ന പേര്. സ്വച്ഛന്ദ തന്ത്രത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന സ്വച്ഛന്ദ ഭൈരവമൂർത്തിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. എന്താണത്? സവിമർശതയാ രവരൂപതശ്ച എന്ന് നേരത്തെ പറഞ്ഞു. അതായത് അന്തർബോധമാകുന്ന പ്രജ്ഞയിൽ രവരൂപത്തിൽ, ശബ്ദരൂപത്തിൽ, മന്ത്രധ്വനിയുടെ രൂപത്തിൽ ആവിർഭവിക്കുന്നവനാണ് എന്ന്. സമസ്ത മന്ത്രങ്ങളുടെയും ശബ്ദങ്ങളുടെയും ജനയിത്രീ ശക്തിയാണ് മാതൃക എന്ന് പറയുന്ന 51 മാതൃകാക്ഷരങ്ങൾ. കാരണം അക്ഷരങ്ങളും അക്ഷരങ്ങളിൽ നിന്നും അർത്ഥത്തോടുകൂടിയ വാക്കുകളും വാക്കുകളിൽ നിന്നും വാക്യങ്ങളും പിന്നെ വിവിധ ഭാഷകളും അതുവഴി ശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങൾ പകരുന്ന ജ്ഞാനവും ആ ജ്ഞാനം ഗ്രഹിക്കാനുള്ള അറിവും എല്ലാം ഉദ്ഭവിക്കുന്നത് അക്ഷരങ്ങളുടെ പുറകിലുള്ള ശബ്ദത്തിൽ നിന്നാണ്, ധ്വനിയിൽ നിന്നാണ് എന്ന പരമാർത്ഥമായ വസ്തുത തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാനമായ സംഭാവനയാണ് എന്ന് തന്നെ പറയാം. ഇതാണ് ശബ്ദപ്രപഞ്ചം എന്ന് അറിയപ്പെടുന്നത്. ശബ്ദപ്രപഞ്ചവും അർത്ഥപ്രപഞ്ചവും ചേർന്നതാണ് നാമരൂപപ്രപഞ്ചം. ജീവന്മാരുടെ പ്രജ്ഞയിൽ ശബ്ദരൂപത്തിൽ ആവിർഭവിക്കുന്നതിനെയാണ് ഭൈരവപദം സൂചിപ്പിക്കുന്നത്. സവിമർശതയാ രവരൂപതശ്ച എന്ന് നേരത്തെ പറഞ്ഞു. അത് കൂടുതൽ വിശദീകരിക്കുകയാണ് സ്വച്ഛന്ദ തന്ത്രം. ആദിഹി ഷോഡശഭേദേന സാക്ഷാദ് വൈ ഭൈരവസ്മൃതഃ കവർഗശ്ച ടവർഗൗ ച തപയാഃ ശസ്തഥൈവ ച സംഹാരേണ സമോപേതൗ യോനിർവൈ ഭൈരവീ സ്മൃത. അകാരം മുതൽ വിസർഗം വരെയുള്ള 16 സ്വരങ്ങൾ സാക്ഷാത് ഭൈരവ സ്വരൂപമായും ബാക്കിയുള്ള വ്യഞ്ജനങ്ങൾ ക മുതൽ ക്ഷ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ 7 മാതൃകാ സ്വരൂപങ്ങളുമായി ആണ് പറഞ്ഞിരിക്കുന്നത്. വ്യഞ്ജനങ്ങൾ ഭൈരവീ സ്വരൂപങ്ങളുമാണ്. സ്വച്ഛന്ദ ശിവസ്വരൂപമായ ഷോഡശ സ്വരങ്ങൾ മധ്യകർണികയിലും പിന്നെ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം എന്നീ 5ഉം ക്ഷകാരത്തോടു കൂടിയ യകാരാദി ചതുഷ്കവും, അതായത് ക്ഷം, യം, രം, ലം, വം എന്നീ 5 അക്ഷരങ്ങളും, ശകാരാദി ചതുഷ്കം ശം, ഷം, സം, ഹം എന്നീ 4 അക്ഷരങ്ങളും, ഇങ്ങനെ ആകെ 7 സപ്തമാതൃക്കളുടെ 7 ദളങ്ങളായിട്ടും പിന്നെ 8ാമതായി അവിയുക്ത രൂപത്തിൽ അവർഗം മഹാലക്ഷ്മിയുടേതായിട്ടുമുള്ള അഷ്ടദള കമലം മാതൃകാഭൈരവ ചക്രം എന്ന് അറിയപ്പെടുന്നു. മാതൃകാഭൈരവം ദേവം അവർഗേണ പ്രപൂജയേത് ഭൈരവീ കാദിനാ പൂജ്യ മാതൃവർഗൈഃ പ്രപൂജയേത്. അവർഗേ തു മഹാലക്ഷ്മീ കവർഗേ കമലോദ്ഭവ ചവർഗേ തു മഹേശാനി തവർഗേ തു കുമാരിക നാരായണീ തവർഗേ തു വാരാഹീ തു പവർഗിക ഐന്ദ്രീ ചൈവ യവർഗസ്ഥ ചാമുണ്ടാ തു ശവർഗിക എന്ന
സ്വച്ഛന്ദതന്ത്ര ശ്ലോകങ്ങളാണ് ഇതിന് പ്രമാണം. മരീചീരൂപാഹ അഗ്നീശാന സോമയമ വരുണേന്ദ്ര നൃതി ദിക്ഷു. ഭൈരവശക്തി രൂപ മാതൃകളായ ഇവർ മരീചി രൂപത്തിൽ, അതായത് കിരണങ്ങളുടെ രൂപത്തിൽ 8 ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ശബ്ദപ്രപഞ്ചമായുള്ള സ്വച്ഛന്ദ ഭൈരവന്റെ ആവിർഭാവം എന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെ സ്വരാക്ഷരങ്ങൾക്കും വ്യഞ്ജനാക്ഷരങ്ങൾക്കുമൊക്കെ ദേവതാരൂപം കൊടുത്തിരിക്കുന്നത്? അത് ശബ്ദപ്രപഞ്ചത്തിന്റെ ആധാരമായ അക്ഷരങ്ങളുടെ പരമോത്തമമായ മഹിമ ഉയർത്തിക്കാട്ടാൻ വേണ്ടി മാത്രമല്ല, അമൂർത്തമായ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഗുണാത്മകമായ ഭാവത്തിൽ വേണം ദേവതാ സങ്കല്പങ്ങളെ മനസ്സിലാക്കാൻ, അല്ലാതെ കരചരണാദി രൂപങ്ങളായിട്ടല്ല എന്ന സൂക്ഷ്മതത്വം ബോധിപ്പിക്കാൻ കൂടിയാണ്. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന തന്ത്രങ്ങളുടെ ഒരു രീതിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരമേശ്വരൻ എന്ന് പറയുമ്പോൾ അഖണ്ഡ പരതത്വ പൊരുളായ സർവേശ്വരൻ, സുപ്രീം ഗോഡ്, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന ഭാവമാണ് ഉള്ളിൽ ഉയരേണ്ടത് തന്ത്രങ്ങളുടെ സൈദ്ധാന്തിക വശങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ. അദ്വൈത വേദാന്തം പഠിക്കുമ്പോൾ ബ്രഹ്മൻ എന്ന് പറയുമ്പോൾ ആകൃതിയോടുകൂടിയുള്ള ഒരു ദേവനെയല്ല നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത്, അല്ലേ? അതുപോലെ ഭസ്മധാരിയും സർപ്പഭൂഷണനുമായ കൈലാസത്തിൽ കാളപ്പുറത്തിരിക്കുന്ന ശിവസ്വരൂപമല്ല നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അതുപോലെ തന്നെയാണ് പരാശക്തി, ചിത് ശക്തി, കാളി, ഭൈരവൻ എന്ന പദങ്ങളൊക്കെ ശാസ്ത്ര പഠനവേളയിൽ മനസ്സിലാക്കേണ്ടത്. സ്വച്ഛന്ദ ഭൈരവന്റെ പ്രപഞ്ചരൂപമായുള്ള ആവിർഭാവത്തിൽ തൻ്റെ ആ മഹാ തേജസ്സിൽ നിന്നും 8 രശ്മിപുഞ്ചങ്ങളായി 8 ഭൈരവന്മാരായി സ്വയം വ്യാപിക്കുന്നുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു. കപാലേശ ഭൈരവൻ, ശിഖിവാഹന ഭൈരവൻ, ക്രോധരാജ ഭൈരവൻ, വികരാള ഭൈരവൻ, മന്മഥ ഭൈരവൻ, മേഘനാദേശ്വര ഭൈരവൻ, സോമേശ്വര ഭൈരവൻ, വിദ്യാരാജ ഭൈരവൻ എന്നിവരാണ് ഈ അഷ്ടഭൈരവന്മാർ. സംസാര്യനുഗ്രഹായ ഗൃഹീതാകാരസ്യ പരഭൈരവസ്യ രശ്മിപുഞ്ചസ്ഥാനീയം ഏതത് ഭൈരവാഷ്ടകം. സംസാരികളായ ജനങ്ങളോടുള്ള കരുണ കാരണം ശ്രീ സ്വച്ഛന്ദ ഭൈരവ സ്വരൂപം വരിച്ച ശ്രീ പരമേശ്വരൻ അനുഗ്രഹം ചൊരിയുന്നതിനായുള്ള രശ്മി സ്വരൂപങ്ങളാണ് ഈ 8 ഭൈരവന്മാരും. കപാലേശൻ മുതലായ 8 ഭൈരവന്മാർ തന്നെയാണ് ഇന്ദ്രാഗ്നി യമനിരുതി വരുണവായു സോമ ഈശാനന്മാരായ അഷ്ടദിക്പാലകരുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നതും ദിക്കുകളായി സർവത്ര വ്യാപിച്ച് പ്രപഞ്ചത്തെ ശിവമയമാക്കി പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാതാക്കളായി ഇരിക്കുന്നതും എന്നും സ്വച്ഛന്ദതന്ത്രം പറയുന്നുണ്ട്. അതായത് ശബ്ദപ്രപഞ്ച രൂപത്തിൽ 8 ദിക്കുകളിലായി അഷ്ടമാതൃക്കളുടെയും അർത്ഥപ്രപഞ്ച രൂപത്തിൽ 8 ദിക്കുകളിലായി അഷ്ടഭൈരവന്മാരുടെയും സ്വരൂപങ്ങളിലായി വ്യാപിച്ച് ചരാചര പ്രപഞ്ചം തൻ്റെ ക്രീഡാരംഗമാക്കിയിരിക്കുന്നു, കളിയരങ്ങാക്കിയിരിക്കുന്നു സ്വച്ഛന്ദ ഭൈരവൻ എന്ന നാമത്തിലും രൂപത്തിലും സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ. അതിവിസ്താരമായി ഈ ഭൈരവാഷ്ടകത്തിൻ്റെ, അതായത് ഈ 8 ഭൈരവന്മാരുടെയും ധ്യാനങ്ങളും മന്ത്രങ്ങളും പൂജാവിധികളുമൊക്കെ സ്വച്ഛന്ദതന്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. സ്വച്ഛന്ദ ഭൈരവന്റെ മഹാമന്ത്രത്തിന് 32 അക്ഷരങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേദസംഹിതകളായ മൈത്രായനീ സംഹിത, തൈത്തരീയ സംഹിത, പിന്നെ മഹാനാരായണോപനിഷത്ത് മുതലായ വൈദിക ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുള്ള ഒരു മന്ത്രത്തിൽ നിന്നാണ്, സദാശിവന്റെ രുദ്രരൂപങ്ങളെ സ്തുതിക്കുന്ന ഒരു വൈദിക മന്ത്രത്തിൽ നിന്നുമാണ് ആഗമങ്ങളിലെ മൂർത്തിയായ സ്വച്ഛന്ദ ഭൈരവന്റെ മന്ത്രം രൂപപ്പെട്ടിട്ടുള്ളത്. വൈദിക മന്ത്രത്തിന്റെ അതേപോലെയല്ല, കുറച്ച് മാറ്റങ്ങളോടുകൂടി. സ്വച്ഛന്ദ ഭൈരവന്റെ ആ 32 മന്ത്രം, 32 അക്ഷരങ്ങളുള്ള മന്ത്രം ഇവിടെ ഉദ്ധരിക്കാനാവില്ല. പക്ഷെ മഹാനാരായണോപനിഷത്തിന്റെ 19-ാം അനുഭാഗത്തിൽ കൊടുത്തിരിക്കുന്നതും
സദാശിവന്റെ തെക്കോട്ടുള്ള മുഖമായ അഘോരമൂർത്തിയെ ഉദ്ദേശിച്ചിട്ടുള്ളതുമായ ഉപനിഷത്ത് മന്ത്രം ഇങ്ങനെയാണ്. ഉപനിഷത്ത് മന്ത്രം ഉദ്ധരിക്കുന്നത് തെറ്റില്ല. അഘോരേഭ്യോധ ഘോരേഭ്യോ ഘോരഘോരതരേഭ്യഃ സർവതഃ സർവസർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ. അല്ലയോ സദാശിവമൂർത്തെ, സത്വഗുണപ്രധാനങ്ങളായതുകൊണ്ട് ശാന്തങ്ങളും രജോഗുണപ്രധാനങ്ങളായതുകൊണ്ട് ഘോരങ്ങളും തമോ ഗുണപ്രധാനങ്ങളായതുകൊണ്ട് അതിഘോരങ്ങളും ആയ എല്ലാ രുദ്രരൂപങ്ങളോടും കൂടിയ അങ്ങേക്ക് എല്ലായിടത്തും നമസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അഘോരേശ്വര മന്ത്രം എന്ന് ഇതിന് മറ്റൊരു പേരും പറയുന്നുണ്ട്. സ്വച്ഛന്ദ ഭൈരവന്റെ 6 ഗുണങ്ങൾ ഈ തന്ത്രത്തിൽ കൊടുത്തിട്ടുള്ള ആ സ്വച്ഛന്ദ ഭൈരവ മന്ത്രാക്ഷരങ്ങളുടെ 6 കൂടങ്ങളിലും അടങ്ങിയിരിക്കുന്നുണ്ട്. അത്രച സർവജ്ഞത, തൃപ്തി, അനാദിബോധ, സ്വതന്ത്രത, അവിലുപ്തശക്തി, അനന്തശക്തി ഇതി ഭഗവത് ഗുണാഃ. സർവജ്ഞത്വം, സംതൃപ്തി, അനാദിബോധം, സ്വാതന്ത്ര്യം, കുറവില്ലാത്ത ശക്തി, പിന്നെ അനന്തമായ ശക്തി എന്നീ 6 ഈശ്വര ഗുണങ്ങളാണ് സ്വച്ഛന്ദ ഭൈരവന്റെ മൂലമന്ത്രത്തിന്റെ ശക്തിയായി അടങ്ങിയിരിക്കുന്നത്. ഇനി പറയാനുള്ളത് സ്വച്ഛന്ദ തന്ത്രത്തിലെ അതിദീർഘമായ ഒരു വിവരണത്തിൽ കൂടിയുള്ള സകല സ്വച്ഛന്ദ ഭൈരവ സ്വരൂപത്തിന്റെ സമഗ്രമായ ഒരു ചിത്രീകരണമാണ്. ശ്രീ ക്ഷേമരാജാചാര്യർ തൻ്റെ ഉദ്യോത വിവരണത്തിൽ ആ സ്വരൂപത്തിന്റെ ഓരോ അംശത്തിൻ്റെയും വിശേഷ ലക്ഷണങ്ങളുടെയും അധ്യാത്മവശം വിസ്തരിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. ശ്രീ സ്വച്ഛന്ദ ഭൈരവമൂർത്തിയുടെ ഈ സകല ഭാവത്തിൽ 32 ബീജാക്ഷരങ്ങളുള്ള സ്വച്ഛന്ദ ഭൈരവ മന്ത്രത്തിന്റെ 32 തത്വങ്ങളും കൂടി അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് ശ്രീ ക്ഷേമരാജാചാര്യർ പറഞ്ഞിരിക്കുന്നത്. 32 വർണ്ണഖചിതം സ്ഫുരത് തടിത് ഇവോജ്വലം. 32 തത്വങ്ങളോട് കൂടിയ ആ സ്വച്ഛന്ദ ഭൈരവ സ്വരൂപം മിന്നൽ പിണറിന്റെ ഉജ്ജ്വല പ്രകാശം പോലെയാണ് തിളങ്ങുന്നത്. ഭഗവാന്റെ സ്വരൂപവർണ്ണനത്തിന് മുമ്പായിട്ട് ഉപാസനയുടെ വേളയിൽ ശ്രീ സ്വച്ഛന്ദ ഭൈരവ മൂർത്തിയെ സാധകൻ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നും ശ്രീ ക്ഷേമരാജാചാര്യർ നിർദ്ദേശിക്കുന്നുണ്ട്. ഭഗവാന്റെ ഐശ്വര്യമയമായ പ്രകാശാനന്ദ ചിത്ഘന സ്വരൂപം ഭാവനയിൽ ധരിക്കുമ്പോൾ രൂപത്തിലെ ഓരോ ഭാഗത്തിലും സ്ഫുരിക്കുന്ന സൂക്ഷ്മതത്വം അനുചിന്തനം ചെയ്യേണ്ടതും അനിവാര്യമാണ്. അത് ഭൈരവീ അവസ്ഥയിലേക്ക് സാധകനെ എത്തിക്കും. ആരുരുക്ഷൻ നിഷ്കലധാംനി പ്രവേശയിതും ഭഗവതാ സ്വസ്വാതന്ത്ര്യാത് ഈദൃഗാകാര ഉന്മനാശക്തി ഭൂമൗ ദർശിതഃ. ഭഗവാന്റെ നിഷ്കള നിരാകാരധാമത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന സാധകൻ ആരുരുക്ഷു എന്ന് വെച്ചാൽ ആരോഹണത്തിനുള്ള ഇച്ഛയോട് കൂടിയവൻ എന്നർത്ഥം. അങ്ങനെയുള്ള സാധകൻ ദ്വാദശാന്തം എന്ന് പറയുന്ന ഉന്മനിയുടെ സ്ഥാനത്തിൽ വേണം ഈ മൂർത്തി ധ്യാനം ചെയ്യാൻ. അസ്മിംശ്ച പ്രതിമുദ്രാസ്ഥാനീയ ആകൃതി ഗ്രന്ഥേ ചിദ്ഭൈരവ വ്യാപ്തി അഖണ്ഡിതൈവ അസ്തി. ഭൈരവ സ്വരൂപത്തിന്റെ ഏത് അവയവം ഏത് ഭാഗം ആണോ വർണ്ണിക്കുന്നത് അവിടെ അഖണ്ഡമായ ചിദ്ഭൈരവ ബോധം വ്യാപിച്ചിട്ടുണ്ടാവണം. ഓരോ സ്ഥാനത്തിലും നിഹിതമായിട്ടുള്ള സൂക്ഷ്മ തത്വാർത്ഥം സാവധാനം ശ്രദ്ധിച്ച് വേണം ഭൈരവസ്വരൂപം ധ്യാനിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീ ക്ഷേമരാജാചാര്യർ നിർദ്ദേശിക്കുന്ന പരമപാവനമായ ഈ പ്രക്രിയ അതിരഹസ്യവും ഗുരുമുഖത്തിൽ നിന്നും ഗ്രഹിക്കേണ്ടതുമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കാനില്ല. ഇനി സ്വച്ഛന്ദ ഭൈരവതന്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള ശ്രീ സ്വച്ഛന്ദ ഭൈരവമൂർത്തിയുടെ രൂപഘടനയും അതിന് ശ്രീ ക്ഷേമരാജാചാര്യർ നൽകിയിട്ടുള്ള അതിവിദഗ്ധവും ഗഹനവുമായ താത്വികാർത്ഥ വിവരണവുമാണ്. അത് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.